നമസ്കാരം. കർണാടക കോൺഗ്രസിലെ മുഖ്യമന്ത്രി പദവി കൈമാറ്റവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ആഭ്യന്തര കലാപവും തീർക്കാൻ ഡൽഹിയിലും ബംഗളൂരുവിലും അസാധാരണ രാഷ്ട്രീയ നീക്കങ്ങൾ. സംസ്ഥാനത്തെ ഭരണ പ്രതിസന്ധി പരിഹരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുനൻ ഖർഗെയെ കർണാടക മുഖ്യമന്ത്രിയാക്കാനും ഒഴിവ് വരുന്ന AICC പ്രസിഡന്റ് പദവിയിലേക്ക് KC വേണുഗോപാലിനെ അതിവേഗം ഉയർത്താനുമുള്ള ഫോർമുലയുമായി ഹൈക്കമാൻഡ്. ഇന്നലെ ഹൈക്കമാൻഡിന്റെ അണിയറയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഹൈക്കമാൻഡുമായുള്ള നിർണായക ചർച്ചകൾക്കായി ഡൽഹിയിൽ തുടരുകയാണ്. സാധാരണ കൂടിക്കാഴ്ചയെന്ന് പാർട്ടി നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും കർണാടകയിൽ വലിയൊരു അധികാര കൈമാറ്റത്തിലാണ് ഹൈക്കമാൻഡ് കളമിടുന്നത്. ദീർഘനാളായി തുടരുന്ന സിദ്ധരാമയ്യ DK ശിവകുമാർ തർക്കം ഭരണത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതോടെയാണ് അടിയന്തര ഇടപെടലിന് കേന്ദ്ര നേതൃത്വം തയ്യാറായത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറാൻ സിദ്ധരാമയ്യ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ ബീഹാർ മോഡൽ തന്ത്രം കർണാടകയിലും പരീക്ഷിക്കാനാണ് കോൺഗ്രസ് നീക്കം. ഈ സമവായ ഫോർമുല പ്രകാരം നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകി ആദരിക്കുകയും ചെയ്യും. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതോടെ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകുകയും മകൻ നിഷാന്ത് കുമാറിനെ മന്ത്രിയാക്കുകയും ചെയ്ത മാതൃകയിലാണ് കർണാടകയിലെ അണിയറ നീക്കങ്ങൾ സജീവമാകുന്നത്. സിദ്ധരാമയ്യയെ ദേശീയ തലത്തിലേക്ക് മാറ്റുന്നതോടെ സംസ്ഥാന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ വിരാമമാകുമെന്നാണ് ഹൈക്കമാൻഡ് കണക്കുകൂട്ടൽ. എന്നാൽ രാജ്യസഭാ സീറ്റ് സ്വീകരിച്ച് സംസ്ഥാന ഭരണത്തിൽ നിന്നും മാറാൻ തയ്യാറായാലും തന്റെ ബദ്ധവൈരികളായ DK ശിവകുമാറിന് മുഖ്യമന്ത്രി പദവി കൈമാറാൻ സിദ്ധരാമയ്യ ഒട്ടും തയ്യാറല്ലെന്നാണ് സൂചന. DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതിനെ ശക്തമായി എതിർക്കുന്ന സിദ്ധരാമയ്യ വിഭാഗം പകരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുനൻ ഖർഗെയെ സമവായ സ്ഥാനാർത്ഥിയായി കർണാടക മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന അസാധാരണ ആവശ്യമാണ് ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. കർണാടക സ്വദേശിയായി മല്ലികാർജുനൻ ഖർഗെ മുഖ്യമന്ത്രിയായി എത്തിയാൽ DK ശിവകുമാറിനും അതിനെ പരസ്യമായി എതിർക്കാൻ കഴിയില്ലെന്ന തന്ത്രപരമായ നീക്കമാണ് സിദ്ധരാമയ്യ പക്ഷം നടത്തുന്നത്. ഖർഗെ സംസ്ഥാന ഭരണത്തിന്റെ തലപ്പത്തിലേക്ക് വരുന്നതോടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനും കർണാടകയിലെ പാർട്ടിയിലെ ആഭ്യന്തര കലാപം പൂർണ്ണമായി ശമിപ്പിക്കാനും സാധിക്കുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിഭാഗം കരുതുന്നത്. ഖർഗെ കർണാടക മുഖ്യമന്ത്രിയായി മാറിയാൽ ദേശീയ രാഷ്ട്രീയത്തിലും AICC നേതൃത്വത്തിലും അത് വൻ അഴിച്ചുപണികൾക്ക് വഴിവെക്കും. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അതിവേഗം നിയോഗിക്കപ്പെടുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള അഭ്യൂഹങ്ങൾ. നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ KC വേണുഗോപാൽ പാർട്ടിയുടെ അമരത്തേക്ക് വരുന്നത് ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചലനമുണ്ടാക്കും. എന്നാൽ കർണാടകയിലെയും ഡൽഹിയിലെയും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ ചർച്ചകൾ കൊടുക്കുമ്പോഴും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് തയ്യാറായിട്ടില്ല. വളരെ അതീവ രഹസ്യമായാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. കർണാടകയിലെ ഒത്തുതീർപ്പ് ചർച്ചകളോട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും കർണാടകയുടെ സംസ്ഥാന ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാലയ്ക്കും അനുകൂല നിലപാടാണുള്ളതെന്നാണ് അറിയുന്നത്. അതേസമയം മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നടത്തിയത്. ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം ചോദ്യങ്ങളോട് ചിരി മാത്രം ഒതുക്കി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കർണാടക മുഖ്യമന്ത്രി പദവിയിൽ തനിക്ക് കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്ന ശക്തമായ നിലപാടിലാണ് ശിവകുമാർ ഇപ്പോഴുള്ളത്. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നടക്കുന്ന ഹൈക്കമാൻഡ് ചർച്ചകൾ കർണാടക കോൺഗ്രസിന്റെയും ഒപ്പം AICC നേതൃത്വത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമാകും. സിദ്ധരാമയ്യയും DK ശിവകുമാറിനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹൈക്കമാൻഡിന് വലിയ അഗ്നിപരീക്ഷയാണ്.